ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബലീനോ ആണ്. ആ ബലൂനയ്ക്ക് സ്റ്റിയറിംഗ് നോയ്സ് ആണ് കേട്ടോ. കിച്ചു കിച്ചു എന്നുള്ളൊരു നോയ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റും വരുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മാത്രമേ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് ഷെയർ ചെയ്യുക. സ്റ്റിയറിംഗ് ഒരു നോയ്സ് ആണത്. ചെറുതായിട്ടൊരു നോയ്സ് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു പിടുത്തമാണ്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് കോളൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ കപ്ലറൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അഴിച്ച് മാറ്റിയ ശേഷം 12-ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്, അത് 2 ഒഴിക്കുക. അത് ഒഴിച്ച് മാറ്റി നമുക്ക് ഈ സ്റ്റിയറിംഗ് കോളൊന്ന് പുറത്തെടുത്ത് വെക്കാം. അപ്പം നമ്മളത് അഴിച്ചെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കീ സിലിണ്ടർ അഴിച്ച് മാറ്റാം കേട്ടോ. ആദ്യം സ്റ്റെപ്പായിട്ട് അതിൻ്റെ കീ സിലിണ്ടർ നമ്മൾക്കൊന്ന് അഴിച്ച് മാറ്റാം. പിന്നെ ഇതിൽ മൊത്തം ഡസ്റ്റാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് നമ്മളതെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മോട്ടർ നമ്മൾ കഴിക്കാം. ഇതിൻ്റെ 2 ബോൾട്ടാണ് വരുന്നത്. അത് അഴിച്ച് ഒരു ഭദ്രമായ ഒരു സ്ഥലത്ത് നമുക്കത് വയ്ക്കാം. അതിനുശേഷം ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഈ മോട്ടറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു 3 ബോൾട്ട് ഉണ്ട് കേട്ടോ. ഏറ്റവും താഴെ കാണുന്ന ഒരു 3 ബോൾട്ട്, ഈ കാണുന്ന 3 ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സർക്ലിപ്പാണ്, അത് നമ്മൾക്ക് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അഴിച്ച് മാറ്റിയ ശേഷം നമ്മൾക്കതിന് ആ മോട്ടർ വരുന്ന ആ ഭാഗത്തും ഒരു സർക്ലിപ്പുണ്ട്, അതും നമ്മൾക്കിതിനെ പതുക്കൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സർക്ലിപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ കാണാം. പ്ലാസ്റ്റിക് ഹാമർ കൊണ്ട് നമ്മൾക്കിതിനെ പതുക്കെ ഇതിൻ്റെ മേലെ പതുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണത്. അപ്പോൾ പ്ലാസ്റ്റിക് ഹാമർ കൊണ്ട് നമ്മൾ തട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കയറാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റിയറിംഗ് കോളം മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. ആ ബേസ് പ്ലേറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാണുന്നത്. അതിലൊരു ബെയറിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതാ കാണുന്നതാണ് അതിൻ്റെ പിനിയൻ. ആ പിനിയനാണ് നമ്മളുടെ ഈ റോട്ടറിൽ കിടന്ന് തിരിയണത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീലാണ്. ഈ ഒരു വീലിലാണ് ആ റോട്ടർ കിടന്ന് തിരിയണത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈറ്റാണ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു 80-ൻ്റെ എമരി എടുത്ത് ഒരു ആക്സൽ ബ്ലേഡിൽ ചുറ്റിയിട്ട് നമ്മളത് ഇതേമാതിരി ഒന്ന് രാവണം കേട്ടോ. അതായത് അധികം രാവാൻ പറ്റില്ല, അധികം രാവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് വരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വർക്കുകളാണിത്. പതുക്കെ ഒന്ന് രാവി കൊടുത്ത് നമ്മളിതിൽ ഗ്രീസ് അപ്ലൈ ചെയ്യണത് സൂപ്പർ ഗ്രീസ് എന്ന് പറയുന്ന ഒരു ഗ്രീസാണ് മാരുതിയുടെ. ആ ഗ്രീസ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ സമയത്ത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഏത് ടീത്തിലാണോ നമ്മൾ ആദ്യം രാവണത് ആ ടീത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളെന്തായാലും ഇത് വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആ നീളത്തിൽ കാണുന്ന ചെറിയൊരു ഹോളുമാതിരി കാണുന്നുണ്ടോ, അതാണ് അതിൻ്റെ ടോർക്ക് സെൻസർ കേട്ടോ. അപ്പോൾ നമ്മളത് തുണിയിട്ട് വൃത്തിയായിട്ട് കെട്ടി വെച്ചിട്ടാണ് നമ്മളത് രാഗിയിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും പൊടിയോ ഡസ്റ്റോ ഒന്നും ഇടാൻ പറ്റില്ല, സ്ക്രാച്ചൊന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് വൃത്തിയായിട്ട് തുണി കെട്ടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി നിങ്ങളും ചെയ്യണം. എന്തായാലും നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സർക്ലിപ്പ് നമ്മൾക്കതിൽ സെറ്റ് ചെയ്യാം. ഇതാ ഈ കാണുന്ന ആ വയറാണ് ആ ടോർക്ക് സെൻസറിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ. ആ കണക്ഷൻ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ അഴിച്ച ആ 3 ബോൾട്ടും നമുക്ക് വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാം. പതുക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. പതുക്കെ ആ ഒരു വീല് കയറുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഹാമർ കൊണ്ട് വേണം നമ്മളതിനെ പതുക്കെ തട്ടി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അഴിച്ചു വെച്ച ആ മോട്ടറും നമ്മൾക്ക് അതേപോലെ സെറ്റ് ചെയ്യാം. നമ്മൾ ആ മോട്ടറിൽ ഒരു കാരണം വെച്ചാലും ഹാമർ കൊണ്ടോ നമ്മളതിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്ന് മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വെക്കേണ്ട ഒരു മോട്ടറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് വാഹനത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ടൈറ്റ് പോയിട്ടോ, അതായത് ആ ഒരു കിച്ച് കിച്ച് എന്നുള്ളൊരു നോയ്സ് ഉണ്ടായിരുന്നു, ആ നോയ്സ് പോയിട്ടോ. അതേസമയം തന്നെ ഒരു ടൈറ്റും ഉണ്ടായിരുന്നു. വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു 60-70 കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് ഒരു സ്റ്റിയറിങ് ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു. ഏത് വശത്തേക്കാണോ സ്റ്റിയറിങ് വീല് ഒടിഞ്ഞു കിടക്കണം ആ വശത്തേക്ക് അങ്ങോട്ടേക്ക് പോകും. ആ ഒരു ടൈറ്റും ഇതൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഗ്രീസ് ആഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഗ്രീസാണ് നമ്മുടെ മാരുതിയുടെ. നമ്മൾക്കത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ സാധാ ഗ്രീസ് എടുത്താൽ നല്ലപോലെ ഓയിൽ മിക്സ് ചെയ്ത് നമ്മൾക്കതിൽ കുറച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.